വെയിറ്റ് ലോസ് ഉദ്ദേശിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ 40% മാത്രം കാർബ് ഉൾപ്പെടുത്തുക. നന്നായിട്ട് ഫൈബർ ഉൾപ്പെടുത്തുക, ഗുഡ് ഫാറ്റ് ഉൾപ്പെടുത്തുക, അതുപോലെ പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. ഈ ചിത്രത്തിൽ ഒരു 500 കലോറിയുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതുപോലെ ചോറ്, ഇറച്ചി, ചീസ്, ഓയിൽ, ഈ സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ആമാശയത്തിൽ എത്രത്തോളം ഫില്ലാവുമെന്ന് ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ധാന്യങ്ങൾ ഗുഡ് പ്രോട്ടീനും ഫൈബറും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിന് കലോറി കൂടുതലാണ്, കാർബിൻ്റെ അളവും ഉണ്ട്. എന്നാൽ അത് സ്പ്രൗട്ട് ചെയ്താൽ, മുളപ്പിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൈക്രോ ഗ്രീൻസ് ആക്കി കഴിഞ്ഞാൽ കലോറിയുടെ അളവും കാർബിൻ്റെ അളവും നന്നായിട്ട് കുറഞ്ഞു വരും. ഇത് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് വളരെയേറെ ഹെൽപ്പ് ചെയ്യും. സ്പ്രൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ ഒരു ഗ്ലാസ് ജാർ എടുക്കുന്നതാണ്. ഇത് ഇങ്ങനത്തെ ജാർ തന്നെ വാങ്ങണമെന്നില്ല, നിങ്ങളുടെ വീട്ടിലുള്ള സാധാരണ ഗ്ലാസ് ജാർ എടുക്കുക. എന്നിട്ട് നല്ല അടുപ്പമുള്ള നെറ്റ് ഇതിൻ്റെ വായ്വട്ടം കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ 2 സ്പൂണ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഒരു 5 മണിക്കൂർ നന്നായിട്ട് കുതിർക്കുക. ഒരുപാട് സമയം കുതിർന്നു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. 5 മണിക്കൂറിന് ശേഷം അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം അതിൽ വെള്ളം നിൽക്കാത്ത രീതിയിലൊന്ന് ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം മുഴുവൻ വാർന്നു പോവും. അത് ഒരു ദിവസത്തിൽ കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങൾ മുട്ട കഴിക്കുമ്പോഴത്തേക്ക് അത് പുഴുങ്ങിയിട്ട് തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം നമുക്ക് മുട്ടയ്ക്ക് കിട്ടുന്ന പ്രോട്ടീൻ പുഴുങ്ങിയാലോ ഓംപ്ലേറ്റ് അടിച്ചാലും ഒരുപോലെ ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഫാറ്റിൻ്റെ അളവും കലോറിയുടെ അളവും ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കലോറി മാനേജ് ചെയ്യൽ നിർബന്ധമായതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിക്കുമ്പോൾ മുട്ട പുഴുങ്ങിയിട്ട് തന്നെ കഴിക്കുക.